എന്ന് വെച്ചാൽ ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിന് ഒരു വ്യാപാര കേന്ദ്രമാക്കാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് കുറേ നസാണികളെ കൊണ്ടുവന്നു. മൂപ്പര് അവിടെ മാർക്കറ്റ് ഉണ്ടാക്കി. മൂപ്പര് എന്നിട്ട് അവിടെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി മൂപ്പരാണ് ഈ പൂരത്തിലൊക്കെ ഈ ലെവലിൽ കൊണ്ടുവന്നത്. ക്ഷേത്രം എന്ന് വെച്ചാൽ ക്രിസ്തീയ ഭക്തിഗാനോ മാപ്പിളപ്പാട്ട് പാടാനുള്ള സ്ഥലമല്ല. ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അവിടെ ഹിന്ദു ഭക്തിഗാനം കേൾക്കാനാണ് ആളുകൾ വന്നത്. അതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. ചില ദിവസം ഒരുപാട് കൂടി അവിടെ ഹിന്ദുവിനാണ് അതിൻ്റെ ഡെൻറ്റ്. ഇനി വില കൊടുക്കുന്നത് ഹിന്ദുവാണ്. നന്ദഗോവിന്ദ ഭജൻസിന്റെ പ്രത്യേകത എന്താണ്? അവർ എല്ലാവർക്കും ഹിന്ദു സമുദായത്തിൽ വളരെ ആക്സെപ്റ്റഡ് ആണ്. ഈ വേടനെ പോലുള്ള ആളുകൾ വന്ന് MDMA അടിച്ച് നാട്ടുകാരെ കുട്ടികളെ വൈതെറ്റിക്കുമ്പോൾ അവർ വളരെ നല്ല ഈ പാട്ടുകൾ നല്ല സുന്ദരന്മാരായിട്ടുള്ള നല്ല സൗണ്ട് പാടുന്ന വളരെ സനാതരായിട്ടുള്ള മാന്യന്മാരിൽ നിന്ന് ചെറുപ്പക്കാർ. ഈ നന്ദഗോവിന്ദ ഭജൻ RSSന്റെ അജണ്ട എന്ന് പറഞ്ഞു നടന്ന ആളുകളാണ്. അല്ല, ആ രീതിയിൽ പറഞ്ഞു നടന്ന ആളുകളാണ് ഇവിടുത്തെ സെക്യുലറിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും അല്ല. അവരിപ്പം ഭയങ്കര നന്ദഗോവിന്ദ ഭജൻസ് പാടട്ടെ എന്നാണ് പറയുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ടോക്കിംഗ് പോയിന്റ് ഇപ്പോൾ രണ്ട് വൈകാരികമായ വിഷയങ്ങളാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. ഒന്ന്, നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി വെടിക്കെട്ടുപുരയിലുണ്ടായ അപകടം. അതെല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിനു മുൻപും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ജീവനുകൾ പൊലിയുകയും ചെയ്തു. പക്ഷേ നമുക്കതിന് കൃത്യമായ ഒരു പ്രതിവിധി സ്വീകരിക്കുവാൻ സാധിച്ചില്ല, മുൻകരുതലെടുക്കുവാനും സാധിച്ചില്ല. അതുപോലെ തന്നെ നന്ദഗോവിന്ദം ഭജൻസ് എന്ന ജനപ്രിയ ഭജൻ ഗ്രൂപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പിന്നിൽ രണ്ട് തട്ടായി തിരിഞ്ഞ ആളുകൾ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്പല പരിപാടിക്ക് വേണ്ടി ഭജൻ അവതരിപ്പിക്കാൻ വന്നപ്പോൾ അവർ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചത് വലിയ രീതിയിൽ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് രണ്ട് വിഷയങ്ങൾ നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആദ്യം, ഏറ്റവും ഒടുവിൽ നടന്ന വലിയ സംഭവം, അത് വെടിക്കെട്ട് അപകടമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്, വെടിക്കെട്ട് ഒഴിവാക്കി വർണ്ണക്കാഴ്ചകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു രീതി സ്വീകരിക്കാൻ തൃശ്ശൂർ പൂരത്തിൻ്റെ സംഘാടകർ തയ്യാറാണ് എന്നവർ അറിയിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ വിഷയത്തിൽ ഏത് രീതിയിലുള്ള നിലപാടാണ് ശ്രീ ഫക്രുദ്ദീൻ അലിക്കുള്ളത്? എന്തിനിങ്ങനെ, അല്ലേ? ഹിന്ദുമതത്തിൻ്റെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചര്യകളിലോ രീതികളിലോ ഒന്നും ഈ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അടിസ്ഥാന ഗ്രന്ഥങ്ങളൊന്നും തന്നെ ഈ ആനേനെ എഴുന്നള്ളിപ്പിക്കുന്നതിനെ പറ്റിയോ കരിമീനെന്ന് പ്രയോഗത്തെ പറ്റിയോ പറയുന്നില്ല. മനസ്സിലായില്ലേ? അത് ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ പൂജയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിൽ എങ്ങനെ പൂജിക്കണം, എങ്ങനെ ആറാട്ടം എങ്ങനെ നടത്തണം, ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇത് ഇടയ്ക്ക് എപ്പോഴും കയറിയത്. അപ്പം നമ്മൾ വെടിമരുന്ന് തന്നെ നോക്കാം. വെടിമരുന്ന് ചൈനക്കാരാണ് കണ്ടുപിടിച്ചത്. വെടിമരുന്ന് ചൈനക്കാർ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വെടിമരുന്ന് എത്തുന്നത് AD 11ാം നൂറ്റാണ്ടോടുകൂടി തുർക്കികൾ മുഹമ്മദ് ഗോറയൊക്കെ ഇന്ത്യയിൽ വന്നതിന് ശേഷം അത് വ്യാപകമാകുന്നത് ബാബർ വന്നപ്പോഴാണ്. ബാബർ 16ാം നൂറ്റാണ്ടിലാണ്. അതായത് ഇന്നത്തേക്ക് 500 വർഷം മുമ്പാണ് ഉത്തരേന്ത്യയിൽ വന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഈ സാധനം ഒരായുധം എന്ന രീതിയിലോ എല്ലാം തന്നെ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ പോലും എത്തുന്നത്. അപ്പോൾ ഏതാണ്ട് 500 വർഷത്തെ പാരമ്പര്യമുള്ളൂ ഈ വെടിമരുന്നിനും വെടിക്കെട്ടിനൊക്കെ പരമാവധി. അന്നുമില്ല ഇന്നത്തെ രീതിയിൽ. ഇപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇത്ര വെടിക്കെട്ടുണ്ട്. ആളുകൾ തൃശ്ശൂർ പൂരം വ്യാപകമായിട്ട് ഒരു 200 വർഷം 100 വർഷം മലയാളിയുടെ ഈ പൈസ വരാൻ തുടങ്ങിയതിന് ശേഷമാണ്. നിങ്ങളൊക്കെ ഗൾഫിൽ പോയതിന് ശേഷമാണ്. അതെ. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളെ വേൾഡ് കപ്പ് ഫൈനലിൻ്റെ ഒക്കെ സമയത്ത് വലിയ വെടിക്കെട്ടൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടാൽ അതിലും വലുത് നമുക്കുണ്ടാകും. എന്ത് കണ്ടാലും അതിലും വലുത് ഉണ്ടാക്കണമല്ലോ. അതെ. പറ്റുമെങ്കിൽ ഐസ് ഹോക്കി കൂടി ഇവിടെ തുടങ്ങാൻ ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ? കാരണം ഐസ് ഹോക്കി ഈ ഐസ് ഉറഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലെ ഒരു ഗെയിമാണ്. നല്ല അവിടെ ഭയങ്കര പോപ്പുലറാണ്. അത് കണ്ടിട്ട് ഓരോരുത്തന്മാർ ഇവിടെ ഇനി ഐസ് ഹോക്കി ഉണ്ടാക്കാൻ നടക്കുക. ഞാൻ പറയാൻ കാരണം വെച്ചാൽ കുതിര നമ്മുടെ നാടിന് പറ്റിയ സാധനമല്ല. കുതിര കോടി നടക്കാൻ, അതുകൊണ്ട് കുതിര പ്രദാനം ചെയ്യുന്ന പ്രദേശമല്ലേ കേരളം. അപ്പം പൈസക്കാർ പയ്യന്മാർ ഗൾഫുകാരുടെ മക്കളൊക്കെ മലപ്പുറത്തൊക്കെ കുതിരേനെ വാങ്ങി വളർത്തുന്നത്. ഞാൻ നെടുമ്പങ്കാട് പോയപ്പോൾ അവിടെയും കണ്ടു കുതിരേനെ. അത് വെറുതെ ഈ പറയുന്നതിൻ്റെ അതിൽ ആ സവാരിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, കുതിരേനെ വളർത്തുകയാണ്. അല്ല, പണ്ടൊക്കെ രാജാക്കന്മാർ വളർത്തിക്കോളൂ. അതിപ്പോഴും കൊട്ടാരത്തിലും ഇവിടെ മൗണ്ടഡ് ഫോഴ്സ് ഒക്കെ ഉണ്ട്. അതല്ല, സാധാരണക്കാരൻ കുതിര വളർത്താറല്ലോ ഇവിടെ. അത് പണ്ടുമില്ല. അതിന്റെ ആവശ്യമില്ല. കുതിര ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ടോപ്പോഗ്രാഫിക്ക് പറ്റിയൊരു സാധനമല്ല കുതിര. കുതിര ഇങ്ങനെ വിശാലമായ സ്റ്റെപ്പി പുൽമൈതാനങ്ങൾ വളരേണ്ട അത്തരം പ്രദേശങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ സാധനം. അപ്പോൾ മലയാളിയുടെ ഒരു പ്രോബ്ലം അതാണ്. അപ്പോൾ ആ രീതിയിൽ തൃശ്ശൂർ പൂരത്തിന് മുമ്പേ വെടിക്കാം. പക്ഷെ തൃശ്ശൂർ പൂരത്തിന് എന്നാണ് ഈ വെടിക്കെട്ട് തുടങ്ങിയെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. പരമാവധി 500 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭാഗമൊന്നുമല്ല.
അതുപോലെ തന്നെയാണ് ഈ ആനേനെ എഴുന്നള്ളിപ്പ്. ഈ ആന സത്യത്തിൽ ഇന്ന് നമ്മൾ നെറ്റിപ്പട്ടം എന്നുള്ള സാധനം നമ്മൾ ആദ്യം കാണുന്നത് ഈ പേർഷ്യയാണ് ലോകത്ത് ആദ്യത്തെ ലോക സാമ്രാജ്യം. പേർഷ്യൻ രാജാക്കന്മാരുടെ പോലീസിൽ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ആനകൾ. അന്ന് യൂറോപ്യന്മാർക്ക് ആനേനെ കണ്ട് ശീലമില്ല. അപ്പോൾ റോമക്കാരൊക്കെ ഗ്രീക്കുകാരൊക്കെ അവർ പേടിപ്പിച്ചുകൊണ്ട് ആനേനെ കാണിച്ചോളാം. അല്ല, അലക്സാണ്ടർ നമ്മുടെ ഇന്ത്യയിലെത്തിയപ്പോൾ ആ ഇവിടുത്തെ രാജാവ് പരാജയപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സേനയെ പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സേനയെ ആനയാണ്. ആന അന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അന്ന് ടാങ്ക് വന്നു. ഈ ആന വല്ലാത്തൊരു സാധനമാണ്, അവർക്ക് പേടിയാണ്. അപ്പം ഈ പേർഷ്യൻ സൈന്യത്തിൽ ആനയ്ക്കാണ് ഇന്ന് നിങ്ങൾ കാണുന്ന നെറ്റിപ്പട്ടം പോലുള്ള കവചം ഉണ്ടായിരുന്നു. അത് പിന്നെ എപ്പോഴോ ഇവിടെ നെറ്റിപ്പട്ടം കെട്ടലായി. എന്നാൽ ഉത്തരേന്ത്യയിൽ ഈ ഹിന്ദുവാദം കൊടുമ്പിരി കൊണ്ടുവെക്കുന്ന ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന ഉത്സവത്തിന് ആനകളൊന്നും ഞാനും കണ്ടിട്ടില്ല. ഇങ്ങനെ നെറ്റിപ്പട്ടം കെട്ടി ആനേനെ എന്നുള്ള കാര്യമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അവിടുത്തെ ആനകൾ ഇവിടെ വന്നാൽ രക്ഷപ്പെട്ടു. അവിടെ ഗ്രഹണി പിടിച്ച് പട്ടിണി കിടക്കേണ്ട പിന്നെ ബാലു എന്നിട്ടാണ് അവൻ്റെ പേര്. എന്താണ്, രാമേന്ദ്രൻ ഉണ്ടല്ലോ, അവൻ്റെ പേര് അന്ന് ബാലു എന്നിട്ടായിരുന്നു. ബോലു എന്നോ അങ്ങനത്തെ. അവിടെ നിന്ന് ഗ്രഹണി പിടിച്ച് കിടക്കേണ്ട ആന ഇവിടെ വന്ന് രാജാവാണ്. കേരളത്തിൽ വന്നാൽ രക്ഷപ്പെട്ട്. ഉത്തരേന്ത്യക്കാർ ബീഹാറുകാർ ഇങ്ങോട്ട് വരുന്ന പോലെയാണ് ആനയും വരുന്നത്. ഇവിടെ വന്നാൽ രക്ഷപ്പെട്ട്. അപ്പം ഇതൊന്നും അടിസ്ഥാന സംഭവമല്ല. അപ്പം ഇന്നിപ്പോൾ ഇതൊരു ബിസിനസ്സാണ്, ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഇന്ന് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ഹിന്ദുക്കളെക്കാളും കൂടുതൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. ഞമ്മൻ്റെ ആളുകൾ പണ്ട് മലബാറിൽ നിന്ന് ഈ ഇതിന് പോകാറില്ലായിരുന്നു. കാരണം നമുക്ക് മറ്റു മതങ്ങളുടെ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നതിന് വിലക്കുണ്ട്. അത് നമ്മളെ സ്ക്രിപ്റ്റ് കൃത്യമായി പോകുന്നത്. നിങ്ങൾ മതങ്ങളൊരു സൗഹൃദമൊക്കെ ആവാം, പക്ഷേ മറ്റുള്ളവരുടെ ആചാരങ്ങൾ നമ്മൾ ആചരിക്കാൻ പാടില്ല എന്നൊരു വിലക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഞാൻ എന്തെങ്കിലും തൃശ്ശൂർ പൂരത്തിന് പോയിട്ടില്ല, പോകേണ്ട ആവശ്യമില്ല, ഇനിയും പോകാൻ പോകുന്നില്ല. എനിക്കതൊന്നും ക്രൈസ് ഒന്നുമല്ല. സംഭാവന വെച്ചാൽ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ക്രിസ്ത്യാനികൾ പണ്ട് അവിടെ തൃശ്ശൂർ ക്രിസ്ത്യാനികളോട് ഇല്ലാണ്, അവിടെ കച്ചവട ബേസിക്കലി അവരായതുകൊണ്ട് അവർ ഉണ്ട്. പക്ഷെ ഇന്നത്തെ പോലെ ഒന്നുമില്ല. ഇന്ന് നിങ്ങൾ തൃശ്ശൂർ പോയ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹിന്ദുക്കളെക്കാളും കൂടുതൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളായി. മുസ്ലിങ്ങൾ കൂടുതലായി പോകാൻ തുടങ്ങിയത് ദുൽഖർ സൽമാൻ്റെ മറ്റേ സിനിമ വന്നതിന് ശേഷം. ദുൽഖർ സൽമാൻ്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ക്ലൈമാക്സ് തൃശ്ശൂർ പൂരം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം കൊച്ചിക്ക എന്തെങ്കിലും ചെയ്താൽ പിന്നെ നമുക്ക് പിന്നെ ആകാമല്ലോ. അതുകൊണ്ട് ഈ മലപ്പുറത്ത് നിന്നൊക്കെ കുഞ്ഞിക്ക ചെയ്തേ. വല്യക്കാവിനെ പൊതുവെ വല്യക്കാവ് ഒരു കൃത്യമായ നിലപാടുണ്ട് ഏത് കാര്യത്തിൽ. കൊക്കക്കോളയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് വല്യക്കാവ് ചെയ്യില്ല. മറ്റേ ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് വല്യക്കാവ് ഈ പറഞ്ഞ കസവും മുണ്ടും പൊട്ടും ഒക്കെ ഇട്ട് അഭിനയിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടാണ് ഞാൻ എൻ്റെ കോളേജ് പഠിക്കാൻ, ഞാൻ സ്കൂളിൽ പഠിക്കാൻ പൊട്ടിടായിരുന്നു. അതിനത് മമ്മൂക്ക അതിൽ ധ്രുവത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ. അതുപോലെ തന്നെ ഞാൻ കസവ് കൊണ്ട് ഇഷ്ടംപോലെ കൊടുക്കുന്നത്, എനിക്ക് നല്ല കളക്ഷൻ ഉണ്ട്, അറിയാലോ. അത് അവിടെ നിന്ന് തുടങ്ങിയ ധ്രുവതാണ് അതിന് കാരണം. ധ്രുവം. അപ്പം നമ്മളെ മമ്മൂക്കാണ് സ്വാധീനിച്ചെങ്കിൽ ഈ പിള്ളേരെ കൊച്ചിക്കാണ് സ്വാധീനം. മമ്മൂക്കാവിന് അന്ന് തൃശ്ശൂർ പൂരത്തിന് പോയി തുള്ളി നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് വല്ല തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയി വല്ല ഇഴവനോ നായരൊക്കെ ആയിട്ട് തല്ലുണ്ടാക്കും. ഒന്ന് ഈ ഇഴവ ക്യാരക്ടറായിരിക്കും, അല്ല നായർ ക്യാരക്ടറായിരിക്കും. ഡ്രൈവറാണെങ്കിൽ ഇഴവനായിരിക്കും, ആദ്യം അറിയില്ല നമുക്കറിയാം. ഇനി വല്ല മാടമ്പി ആണെങ്കിൽ നായരായിരിക്കും. അവിടെ പോയി തല്ലുണ്ടാക്കും എന്നല്ലാതെ ഇനി തുള്ളാനൊന്നും നമുക്ക് പൊതുവെ പോകാറില്ല. അപ്പം അങ്ങനെയാണ്. ഇപ്പം അതൊരു വലിയൊരു എന്താണ്, ഒരു മതത്തിൻ്റെ ഒരു ആഘോഷം അല്ലെങ്കിൽ ആചാരം അനുഷ്ഠാനം എന്നതിൻ്റെയൊക്കെ ഉപരിയായിട്ട് അതൊരു ബിസിനസ്സാണ്. മുമ്പേ അങ്ങോട്ട് തൃശ്ശൂർക്കാർ പലരും ഈ തൃശ്ശൂർ പുരാമ നാട് വിട്ടു പോകും. കാരണം 2-3 ദിവസം പിന്നെ ചെവി കേൾക്കില്ല എന്ന് വന്നു കേട്ടില്ല. ഇപ്പം തൃശ്ശൂർക്കാർ നാട് വിട്ടു പോകുമെന്ന് എനിക്കറിയില്ല, ബാക്കി എല്ലാവരും അങ്ങോട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ മനോരമ, മാതൃഭൂമിയിൽ, ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസ് അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ അതല്ലേ 2 ദിവസത്തെ ലൈവല്ലേ. അതെ, അത് അവരൊരു വലിയ ആഘോഷമാക്കി മാറ്റും. അപ്പോൾ ഇത് പരസ്പരം മത്സരമായി. പാറമേക്കാവ് ഗർഭം കലക്കി വിട്ടിച്ച്, അപ്പം മറ്റവൻ ഭ്രൂണം കലക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റാണ് കേട്ടിട്ടില്ലേ. അപ്പം ഇതിങ്ങനെ ആളുകൾക്ക് പോകാൻ എന്തൂസിയാസം ഉണ്ടാവും. എന്നാൽ പിന്നെ ഈ ആറ്റുകാൽ പൊങ്കാല പോലെ ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ചെയ്യും. ആറ്റുകാൽ പൊങ്കാല ആപാടെ തിരുവനന്തപുരത്തേക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാവും, അതിന് ആൾക്കാർ റെഡിയാണ്. തിരുവനന്തപുരത്ത് അന്ന് പുറത്തിറങ്ങില്ല. അല്ലാതെ അവിടെ ഈ ആനേനെ എഴുന്നള്ളിപ്പോൾ ഇതൊന്നുമില്ല. ആറ്റുകാൽ പൊങ്കാല പിന്നെ ആചാരങ്ങൾ അനുസരിച്ചാന്ന് തോന്നുന്നു. എനിക്ക് ദ്രവീഡിയൻ ഒരു രീതി അനുസരിച്ചിട്ടാണ്. പണ്ടേ ഉള്ളൊരു കണ്ണകീനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്, പൊങ്കാല ഇട്ടിട്ട് അങ്ങനെ നടത്തണം. ഇതല്ലല്ലോ. ഇത് ബിസിനസ്സാണ്. ആറ്റുകാൽ പൊങ്കാല വലിയ ബിസിനസ് നടക്കുന്നത് എനിക്ക് തോന്നിയിട്ട്. ആറ്റുകാൽ പൊങ്കാല ആകപ്പാടെ നടക്കുന്നത് കുറച്ച് പാവപ്പെട്ട ബാലരാമപുരത്തെ ഈ കുടം വെക്കുന്ന ആളുകൾ, പിന്നെ കുറച്ച് മറ്റേ ഇഷ്ടിക വെക്കുന്ന അത്രയൊക്കെ ഉള്ളൂ. ഇതല്ലല്ലോ, ഇത് വലിയ ബിസിനസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഇത് നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതിനാണ് അപകടത്തിലേക്ക് എത്തുന്നത്. മത്സരമാണ്. ഓരോ തവണ ഈ മീഡിയ ഇവിടെ ന്യൂ ജനറേഷൻ ചാനലുകളാണെങ്കിൽ അർമാദിക്കാണ് ഇത് വെച്ചു. അപ്പോൾ ഇങ്ങനെ വിടുമ്പോൾ പാറമേക്കാവ് വിചാരിക്കും അതിൽ നന്നാക്കണം, മറ്റേ തിരുവമ്പാടിക്കാർ വിചാരിക്കണം അതിൽ നന്നാവണം. നിങ്ങളെ ജീവന് ഇതെല്ലാം തന്നെ ആനടഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? തെച്ചിക്കോട്ട് രാമേന്ദ്രന് കണ്ണ് കാണാതെ
ഇരിക്കുന്ന സമയത്താണ് ഒരു വലിയ പ്രശ്നമായി പോയത്. തെച്ചിക്കോട് രാമേന്ദ്രൻ തന്നെ നടവാതിൽ തുറന്നിട്ട് വരണം. എന്താണ് ഇതിൻ്റെ ലോജിക്? അന്ന് നമ്മൾ ഇന്നിപ്പം ഇത് വേണ്ടാന്ന് ഇത് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ വിനോയ് വിശ്വത്തിൻ്റെ CPI തൃശ്ശൂർ നേതാക്കന്മാർ, അപ്പോൾ തൃശ്ശൂർ കൊല്ലത്തല്ലേ ഈ പാർട്ടി ഉള്ളൂ. അത് തൃശ്ശൂരിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോഴാണ് വിനോയ് വിശ്വത്തിന് ബുദ്ധി വെച്ച സ്ഥിതിക്ക് എനിക്കൊരു കാര്യം കൂടി പറയാം. നിങ്ങളൊരു ആഭാസം നടത്തുന്നില്ല, നാട്ടുകാരെ മൊത്തം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കൊട്ടിക്കലാശം തെരഞ്ഞെടുപ്പിന്റെ ജാഥ നിർത്തിക്കളാ. എല്ലായിടത്തും ഇത് കൊട്ടിക്കലാശം ഉണ്ടാവുമല്ലോ, അതല്ലേ ഏറ്റവും വലിയ ആർക്കും യാത്ര ചെയ്യാൻ പറ്റില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരു പിന്നെ നിങ്ങളെ ഇത് കൊണ്ട് ആരും വോട്ട് ചെയ്യില്ല, ഉള്ള വോട്ടും കൂടി പോവുകയുള്ളൂ. ഞാനിപ്പം ഇതിൻ്റെ കൊട്ടിക്കലാശത്തിൽ അന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിച്ചത് വൈകുന്നേരം അല്ല, അതുകൊണ്ട് ഉച്ചയ്ക്ക് വിട്ടിക്കാന്ന് വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ ഉച്ചയ്ക്ക് വിൻസെൻറ്റിൻ്റെ ഒരു ടീം അങ്ങോട്ട് വരുന്നു. പാലാമരത്ത് 20 മിനിറ്റിലോ മണിക്കൂർ ബ്ലോക്ക്. ഞാൻ വിൻസെൻറ്റിനെ കുറ്റം പറയല്ല. അപ്പോൾ ബസ്സിലിരുന്ന്, ഞാനിപ്പോൾ കാറിലാണ്, പക്ഷെ നമുക്ക് കാണാം ചില്ല് നോക്കിയിട്ടാൽ ആൻറ്റിമാരൊക്കെ തെറി വിളിക്കാം. അല്ല, എല്ലാവരും ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിൽ കയറാൻ വിചാരിച്ച് പോകുന്നതാണ്. അന്ന് ഉച്ചയ്ക്ക് ഒന്ന് ബ്ലോക്കാക്കി. എന്നിട്ട് എന്ത് കാര്യം? എന്നിട്ട് ഇവിടുത്തെ ന്യൂസ് ചാനലുകാർ വിളിച്ച് പറയും കേരളത്തിലെ കൊട്ടിക്കലാശം അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. ശരിയാണ്, നമ്മളിവിടുന്നാണെങ്കിൽ മണ്ടത്തരം അവർക്ക് വലിയ രസമാണ് കാണാൻ. പ്രധാനമായിട്ട് പണ്ട് സ്കോട്ട്ലാൻഡ് യാർഡിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ വന്നു, ഇന്ത്യയിൽ വന്നപ്പോൾ അവർ 2 വിലങ്ങ് മേടിച്ചുണ്ട്. പണ്ട് ഐ വി ശശി സാറിൻ്റെ സിനിമയിൽ മമ്മൂക്കാനെ കെട്ട വിലങ്ങില്ലേ, ന്യൂഡൽഹിയിലെ കെട്ട്. അപ്പം നമ്മുടെ ആളുകൾ വിചാരിച്ചെന്ന വലിയ സംഭവം ആയതുകൊണ്ടാണ്. അവർക്ക് എന്താ സംഭവം? അവരുടെ നാട്ടിൽ ഈ സാധനം കിട്ടാൻ അവരാണിത് കൊണ്ടുവന്നത്. കൊളോണിയൽ കാലഘട്ടം അവിടെ കിട്ടാൻ അവർക്ക് മ്യൂസിയത്തിൽ വെക്കാനാണ്. അതിനുശേഷമാണ് നമ്മുടെ നാട്ടിലിപ്പം കനം കുറഞ്ഞ വിലങ്ങ് വന്നു തുടങ്ങിയത്. മറ്റേ 3-4 കിലോ ഉള്ളതാണ് പണ്ട് മമ്മൂക്ക കെട്ട് നടന്നുകൊണ്ടിരുന്നത്, ഓതിന സാധനം. അപ്പം അതേപോലെ സായിപ്പിന് ഇത് കൗതുകമാണ് ഈ കാലഹരണപ്പെട്ട ഈ സാധനങ്ങൾ ഇവിടെ കാണുമ്പോൾ. അതാണ് ഇവർ വന്ന് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. പണ്ട് ബന്ദ് കാണാൻ വേണ്ടി സായിപ്പന്മാർ കേരളത്തിൽ വരുന്നിട്ട് ഇതെന്താണ് സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏതോ സിനിമ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ബന്ദ് കാണാൻ വന്നിട്ട് ബന്ദില്ല, ബന്ദ് വേണം, ഏതോ സിനിമയും പറഞ്ഞു. സത്യം, ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒന്നാണ് ഈ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഈ കാര്യങ്ങൾ. ഇതിൽ ഇത്തരം കാര്യങ്ങളും അത് മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാണെന്ന് നിങ്ങളത് കൺട്രോൾ ചെയ്യുന്നതാണ് നല്ലത്. ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ന്യൂസ് ചാനലുകാർക്ക് ന്യൂസ് എടുക്കണം എന്നുള്ളതുകൊണ്ട് യൂട്യൂബുകാർക്ക് പോയിട്ട് യൂട്യൂബ് എന്തൊക്കെ മണ്ടത്തരാടെ പോയി വിളിച്ച് അറിയാമെന്നോ. ഈ പയ്യന്മാർക്ക് വല്ല ധാരണ ഉണ്ട് അതെന്താണ് ഈ സാധനം കൂട്ടി പിടിച്ചുകൊണ്ട്. മമ്മൂട്ടി മറ്റേ മായാവി സിനിമയിൽ മലയാളം പറയുന്ന പോലെ ദിവംഗതനായ മന്ത്രി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മമ്മൂട്ടി ദിവംഗത എന്ന് വെച്ചാൽ എന്താ വലിയ ആദരണീയ വാക്കാണ് ദിവംഗതനായ മന്ത്രി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഡയലോഗ് അടിച്ചുകൊണ്ട് ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇത് സെക്കുലറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കുലറാണ്. അതെ, സെക്കുലർ ആക്കാൻ നല്ലത് തന്നെ ആയിക്കോട്ടെ, സെക്കുലർ ആയിക്കോട്ടെ. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ആളുകൾ ജീവൻ വെച്ച് കൊണ്ടാടണം. നിങ്ങൾ ബോധവും വിവരവും ഇല്ലേ? ഓക്കെ, അപ്പോൾ വെടിക്കെട്ട് ഇത്ര ഒരു എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ അത് നമുക്ക് ആന എഴുന്നള്ളത്ത് ഒഴിവാക്കണം. ആന എഴുന്നള്ളത്ത് ഒഴിവാക്കണമെന്ന് തന്നെയാണ്. അതാ ജീവനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. ഈ കോട്ടയത്തൊക്കെ ഈ ആന എന്നുള്ളത് ബന്ധപ്പെട്ട കമന്ററി ആക്കണം, അതിനുള്ള ആളുകളുണ്ട്. ഉണ്ട്. അങ്ങനെയാണ്. എന്താണ് മറ്റേ പാമ്പാടി രാജൻ എഴുന്നള്ളുന്നു, അവൻ്റെ മനസ്സ് നിറയെ കഴിഞ്ഞ ഉത്സവമാണ് ഈ ആനയുടെ. ആന എങ്ങനെ പനമ്പട്ട കിട്ടാന്ന് ആലോചിക്കായിരിക്കും. അല്ല, ഇതിന് വേണ്ടി വാദിക്കുന്നവർ പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ, നേരത്തെ പറഞ്ഞ പോലെ എന്നൂട്ടങ്ങൾ പറയാം സംസ്കാരം എന്നൂട്ടാ ഈ ഉത്സവത്തെ. വെള്ളായണി ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട്. വെള്ളായണി ക്ഷേത്രത്തിൽ പൂജാരി വരെ ഈ അവിടെ ബ്രാഹ്മണൻ ഒരു റോളുമില്ല. ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം തന്ത്രി വരും എന്നല്ലാതെ. വെള്ളായണി ക്ഷേത്രത്തിലെ പൂജാരി ആരാ അറിയോ? ഈ കൊല്ലനാണ്. അപ്പോൾ അവിടെ ആനയില്ലല്ലോ. വെള്ളായണി ക്ഷേത്രം ഇവിടുത്തെ ഏറ്റവും പാരമ്പര്യം. ആറ്റുകാലില്ലല്ലോ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ ആനേനെ ഒരുപാടുണ്ട്. ആ ഒരു കുട്ടിയാനെ മറ്റേ എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് സംഭവം? ഇത് ഓരോ രാജാക്കന്മാർ. തൃശ്ശൂരിൽ എന്ന് വെച്ചാൽ ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിന് ഒരു വ്യാപാര കേന്ദ്രമാക്കാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് കുറേ നസാണികളെ കൊണ്ടുവന്നു. മൂപ്പര് അവിടെ മാർക്കറ്റ് ഉണ്ടാക്കി. മൂപ്പര് എന്നിട്ട് അവിടെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി മൂപ്പരാണ് ഈ പൂരത്തിലൊക്കെ ഈ ലെവലിൽ കൊണ്ടുവന്നത്. അതെ, അന്നോട്ട് തുടങ്ങിയതേ ഉള്ളൂ നിങ്ങൾ ഈ പറയുന്ന സംസ്കാരം. പണ്ട് സംസ്കാരമായി കുടുംബ കിട്ടുന്നത് കെട്ട്. ന്യൂ ജനറേഷന്മാർ പിള്ളേർ കുടുംബം കെട്ടിയാൽ നിങ്ങൾ MDMA എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ അറസ്റ്റ് ചെയ്യല്ലോ. അത് സംസ്കാരമല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ നന്ദഗോവിന്ദം ഭജൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഇത്രയേറെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഗായകരെയും ആ സംഘത്തെയും ആക്രമിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത്. അതായത് ഇത് നമ്മുടെ നാടെന്ന് പറയുന്നത് ഒരു സെക്കുലർ നാടാണ് കേരളം. അവിടെ ഒരു അമ്പലത്തിൽ ഭജൻ അവതരിപ്പിക്കാൻ വരുന്നു. അവിടെ അതിനൊപ്പം നിന്ന് സഹായിക്കുകയും ഒക്കെ തന്നെ ചെയ്ത പള്ളിക്കാരോടൊരു
ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പോലെ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടിയത് കൊണ്ട് എന്താണ് ദോഷം? ഷോ ആണ്. ഉം. ക്ഷേത്രം എന്ന് വെച്ചാൽ ക്രിസ്തീയ ഭക്തിഗാനോ മാപ്പിളപ്പാട്ട് പാടാനുള്ള സ്ഥലമല്ല. ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അവിടെ ഹിന്ദു ഭക്തിഗാനം കേൾക്കാനാണ് ആളുകൾ വന്നത്. അതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവിടെയുള്ള ആളുകൾ അന്ന് കൈയടിച്ചിട്ടൊക്കെ ഉണ്ടാകും. നമ്മൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ലിയോ ഭയങ്കര കമ്മ്യൂണലിസ്റ്റ്, ലിയോ RSS അല്ലെങ്കിൽ ലിയോ പറയും ഞാൻ ലിയോനെ RSSകാരെക്കാട്ടും കൂടെ കമ്മ്യൂണലിസ്റ്റ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് കോൺഗ്രസ്സുകാരും CPM ഒക്കെ ആണ്. ഉള്ളിൽ പുറത്ത് കാണിക്കില്ല എന്നേ ഉള്ളൂ. അപ്പോൾ RSSകാരോട് നിങ്ങൾ സെക്കുലർ അല്ലാന്ന് RSS പറയും. ഞാനാണ് ട്രൂലി സെക്കുലർ, നിങ്ങൾ കപട മതേതരവാദികളാണ്. അതായത് ഞങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ ഇവിടെ ഉള്ള നമ്മളെ സഹോദരന്മാരായിട്ട് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനൊരു പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവരുത്, അതിന് വോട്ട് ബാങ്കായി കാണരുത്. നിങ്ങൾ വോട്ട് ബാങ്കായി കാണുന്നവരാണ് എന്നാണ് RSS. ഇതാണ് ഇനി ഉത്തരം. അതുകൊണ്ട് കേരളം സെക്കുലർ ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 1-2 ലെയർ സെക്കുലർ ആയിരിക്കും. പിന്നെ ഈ പറയുന്ന ന്യൂ ജനറേഷൻ പയ്യന്മാരുണ്ടല്ലോ, ജെൻസി, അവർ സെക്കുലർ. അത് പിന്നെ ബോധം വരുമ്പോൾ മറക്കുള്ളൂ. കാരണം ഈ ലോകത്ത് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അവർ മറക്കുള്ളൂ. അല്ല, ഈ ലോകം ഇത്തരത്തിൽ വർഗീയമായി അല്ലെങ്കിൽ ജാതീയമായ വേർതിരിവ് കൂടുതലായി നീ സൃഷ്ടിക്കുമെന്നാണോ പറയുന്നത്? ഇനി അങ്ങോട്ട് പോകും നമ്മൾ സൃഷ്ടിച്ചു വെച്ചതല്ലേ ഈ പയ്യന്മാരൊക്കെ. നമ്മൾ നാളെ ഞാൻ പറഞ്ഞില്ല, ഒരു മുസ്ലിം മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഒരു പയ്യനെ സ്ഥാനാർത്ഥി കാണും. റഹീമിനെ പിടിച്ച് നിങ്ങൾ മലപ്പുറത്ത് ഇപ്പോഴുള്ള സ്ഥലത്ത് സ്ഥാനാർത്ഥിയാക്കുക, ജയിക്കാൻ സാധ്യതയുള്ള നെക്ക് മുസ്ലിം വോട്ട് നിർണ്ണായ സാധ്യത. നിങ്ങൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി റഹീമിനെ സ്ഥാനാർത്ഥിയാക്കുക. എന്താണ് കുഴപ്പം? റഹീമിൻ്റെ ഭാര്യ ഈഴോയാണ്, മതം മാറ്റിയിട്ടില്ല. ആദ്യം ലീഗരടിക്കാതാണ് കോൺഗ്രസ്സുകാരും പോയിട്ട്. ഈ തോമസ് ഉമ്മക്കെതിരെ ഈ പ്രചാരണം നടത്തിയല്ലോ. തോമസിന്റെ പാരമ്പര്യം ഒരു പട്ടത്തെയമ്മ. പക്ഷെ ഉമ്മയും തോമസും പണ്ടേ അത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ ആ ഗാഡ്ഗിൽ വിഷയത്തിൽ തോമസ് ആയിരുന്നു ശരി എന്ന് മനസ്സിലായതുകൊണ്ട് ഈ കമ്മ്യൂണൽ സ്ഥാനം മറികടക്കാൻ പറ്റി. അന്ന് കമ്മ്യൂണൽ രീതിയിലാണ് അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം പോലും ഓപ്പോസിറ്റ് ആളുകൾ നടത്തിയത്, നമുക്കറിയാലോ. അതെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം നിങ്ങൾ ഈ സെക്യുലർ നോക്കിയാൽ കേരളത്തിൻ്റെ സെക്യുലർ. അപ്പം ഈ പയ്യന്മാർ ലിയോൻ്റെ മോൻ തന്നെ നാളെ ഇപ്പം CPM സ്ഥാനാർത്ഥിയാണെന്ന് വിചാരിച്ചോ. ഒരു ഹിന്ദു അത്യാവശ്യം കമ്മ്യൂണൽ സ്വഭാവമുള്ള മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അവൻ കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിനെയും മുസ്ലിം അങ്ങനെ കല്യാണം കഴിക്കാതെ സ്വന്തം സമുദായത്തെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. മുസ്ലിമാണെന്ന് വിചാരിച്ചോ, അവനെ സ്ഥാനാർത്ഥിയാക്കില്ല. അവൻ അപ്പൂപ്പൻ കമ്മ്യൂണിസ്റ്റായിരുന്നു, അച്ഛൻ പണ്ടൊരു ലിബറൽ ലെഫ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവന് ജയിക്കില്ല. നമ്മളെ അതായത് ഇത്രയും പിള്ളേരുണ്ടായിട്ട് അവനെന്താ അവിടെ പോയി കെട്ടി നോക്കി. ഇതാണ് കേരളോ. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ ഇവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ഇവർ രക്ഷപ്പെടണമെങ്കിൽ ഗോവിന്ദ മാഷ്, രമേശ് ചെന്നിത്തലേൻ്റെ പിന്നെ മുരളീധരൻ്റെ ഒക്കെ കയ്യിലൂടെ വേണ്ട രക്ഷ. പിന്നെ BJPക്ക് ആ പ്രശ്നമില്ല, നമുക്ക് സെക്കുലർ പാർട്ടികളൊക്കെ ഇവരതിലൂടെ വേണ്ട രക്ഷപ്പെടാൻ. ഇനി ആരെങ്കിലും ഇത് മറികടക്കണമെന്ന് വെച്ചാൽ അവർക്ക് പറ്റില്ല. കാരണം സൊസൈറ്റി അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ പുറത്ത് മൊത്തം CPM വോട്ട് തരും, അല്ലെങ്കിൽ ഇവർ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ ഏതാ പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ആളെ മത്സരിപ്പിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടോ. അപ്പോൾ അത്രയും സ്വാധീനം അല്ലെങ്കിൽ ദുസ്വാധീനമുണ്ട്. ഇവരൊക്കെ പറയും വെള്ളാപ്പള്ളിക്ക് ഒരു സ്വാധീനമില്ല, പിന്നെ എന്തിനാ ഇവർ തലയും കൊണ്ടിട്ട് അങ്ങനെ പോയി കാണാൻ പോകുന്നത്? സതീശനൊക്കെ എന്തിനാണ് ഇടക്കിടക്ക് മയപ്പെടുത്തുന്നത്? ദേശം മാത്രമല്ല, പിണറായി ആണെങ്കിൽ വെള്ളാപ്പള്ളി മുമ്പെപ്പോഴും ആ ഇലക്ഷൻ സമയത്ത് 2016 പറഞ്ഞതല്ലാതെ VS പിണറായി ഒന്നും ഒരു പരിധി കൂടെ വെള്ളാപ്പള്ളിയെ പറ്റി പറഞ്ഞിട്ടില്ല. VS പിന്നെയും പറയും, കാരണം വെള്ളാപ്പള്ളിനെ മൂപ്പര് കണ്ട ഒരു ആസനം പോലെയാണ്. ഇതിങ്ങനെ ഒരു പരിധി വിട്ട വിമർശനമാണ്, എനിക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത. രണ്ട് കാര്യമാണ് എനിക്ക് അതിൽ. ഒന്ന്, അവർ ഔചിത്യം കാണിക്കേണ്ടതായിരുന്നു, അത് സത്യമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ അമ്പലത്തിന്റെ കോമ്പൗണ്ടിന് പുറത്താണ് പ്രോഗ്രാം നടക്കുന്നത്. അമ്പലമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണല്ലോ. അതെ, അമ്പലത്തിന്റെ പുനർനിർമ്മാണത്തിനോ അല്ലെങ്കിൽ അതിന്റെ പുരോഗതിക്കോ വേണ്ടിയിട്ടുള്ള കൂടുതൽ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് അവിടെ എല്ലാവരും സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആയിക്കോട്ടെ, അതിന് വേറെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട അത് ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ട അതിന് നിങ്ങൾ അവരെ അമ്പലത്തിന്റെ പുനഃപ്രതിഷ്ഠ സമയത്ത് അവരെ വിളിച്ചിട്ടൊന്ന് ആദരിക്കുകയൊക്കെ ചെയ്തു. ആ പാട്ട് കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്ന സെക്യുലേഴ്സ് ഒരുപാട് കൂടി അവിടെ ഹിന്ദുവിനാണ് അതിന്റെ ഡെന്റ്. ഇനി വില കൊടുക്കുന്നത് ഹിന്ദുവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്റർ റിലീജിയസ് മാരേജസ് നോക്കൂ നിങ്ങൾ, ഏറ്റവും കൂടുതൽ അതിൽ ഹിന്ദു പയ്യന്മാരായിരിക്കും ഒരു സൈഡിൽ, അല്ലെങ്കിൽ ഹിന്ദു പെൺപിള്ളേരായിരിക്കും. ഇതിൽ മിക്ക കുടുംബങ്ങളും സംഭവിച്ചിട്ടുണ്ട്. മുസ്ലിം കുടുംബത്തിലേക്ക് ഒരു ഹിന്ദു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു ഒപ്പം നമ്മൾ മതം മാറ്റും. അല്ലെ റഹീമിനെ പോലെ റിയാസിനെ പോലെ അവർക്ക് അതിനുള്ള ശേഷിയുള്ളതുകൊണ്ട്. അതാണ് ഒരു ഘടകം. ഇനി ക്രിസ്ത്യൻ സമുദായത്തിലേക്കാണ് പോകുന്നത്. അവർക്ക് ഒത്തിരി ബുദ്ധിയുള്ളതുകൊണ്ട് നേരെ പണക്കാൻ നിൽക്കില്ല, നിർബന്ധിക്കൊന്നുമില്ല. വേണമെങ്കിൽ അവിടെ ഒരു കല്യാണം നടത്താം, ഇവിടെ ഒരു കല്യാണം നടത്താമെന്ന് പറയും. അല്ലെങ്കിൽ കുട്ടികളെ മതം മാറ്റിയാൽ മതി, കുട്ടികളെ മാമോദീസ നോക്കിയാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നഷ്ടമായിരിക്കാം.
ഹിന്ദുവിനാണ്. ഓക്കെ. ഇനി ഈ രണ്ട് വിഭാഗം അങ്ങനെയാണ്. എന്നാൽ ഹിന്ദുക്കൾ പൊതുവെ എന്ത് ചെയ്യും? ഹിന്ദുക്കൾ അപ്പുറത്തും ഇപ്പുറത്തും വന്ന് പൊതുവെ വളരെ അപൂർവമായിട്ടാണ് ആനീനെയൊക്കെ പോലെ മതം മാറ്റം ഒക്കെ ഉള്ളൂ. പൊതുവെ അവർ അംഗീകരിക്കുകയാണെങ്കിൽ അങ്ങ് അംഗീകരിക്കും, ഇല്ലെങ്കിൽ അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി അനുഭവിക്കുന്നത് ഹിന്ദു വിഭാഗമാണ്. പിന്നെ ഞങ്ങളെ രണ്ട് മതക്കാർക്കും ക്രിസ്ത്യാനിക്കും മുസ്ലിം ആളെ കൂട്ടാൻ ഭയങ്കര താല്പര്യമാണ്. നമ്മൾ പണ്ട് എൻ്റെ ഏതൊരു CPM നേതാവ് പറഞ്ഞ പോലെ പടച്ചോൻ ഇലക്ഷന് മത്സരിക്കുന്ന പോലെയാണ് ഇവരെ പോക്ക് കണ്ടാ തോന്നുന്നു. നമുക്ക് ആളെ കൂട്ടിയ ഭയങ്കര കാര്യം. നമ്മളതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആളെ കൂട്ടിയ സ്വർഗം കിട്ടുമെന്നാണ് നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ക്രിസ്ത്യാനികൾ അങ്ങനെ തന്നെ, അവരെ ലോകത്തെ ക്രൈസ്തവൽക്കരിക്കുന്നതാണ് അവരുടെ ഉദ്ദേശം. അപ്പം അത് പെന്തക്കോസ്തുകാർക്കാണ് കൂടുതൽ. ഇവാഞ്ചലിസ്റ്റ് കത്തോലിക്കർക്ക് അത്ര ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഈ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. അല്ല, ഇതിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഹിന്ദു ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും എൻ്റെ മതം നിൻ്റെ മതം, നമുക്ക് രണ്ട് മതമുണ്ട്, അതിന് നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നു. എന്നാൽ ഈ മതത്തിൻ്റെ പുറത്തൊരു ബൗണ്ടറി ഉണ്ട്, അത് നമ്മൾ ലംഘിക്കാറില്ല. കാരണം ആ ഏരിയയിൽ ആളുകൾ കയറാത്തതുകൊണ്ട്. പിന്നെ വല്ലപ്പോഴും ചില പ്രേമങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ ലംഘിക്കപ്പെട്ടു, അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, സാധാരണഗതിയിലില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എൻ്റെ മതവും നിൻ്റെ മതവും തമ്മിൽ വ്യത്യാസമില്ലാതാവും. എൻ്റെ മതവും നിൻ്റെ മതവും തമ്മിൽ വ്യത്യാസമില്ലാതാകുമ്പോൾ സ്വാഭാവികം അതിന് ഗുണം കിട്ടാൻ പോകുന്ന സംഘടിതരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ ഹിന്ദു ഡേഞ്ചറിലാവും. അപ്പോൾ ഈ നന്ദഗോവിന്ദ മഹാജൻസിൻ്റെ പ്രത്യേകത എന്താണ്? അവർ എല്ലാവർക്കും ഹിന്ദു സമുദായത്തിൽ വളരെ ആക്സെപ്റ്റഡ് ആണ്. ഈ വേടനെ പോലുള്ള ആളുകൾ വന്ന് MDMA അടിച്ച് നാട്ടുകാരെ കുട്ടികളെ വൈതെറ്റിക്കുമ്പോൾ അവർ വളരെ നല്ല ഈ പാട്ടുകൾ, അത് നല്ല സുന്ദരന്മാരായിട്ടുള്ള നല്ല സൗണ്ട് പാടുന്ന വളരെ സനാതരായിട്ടുള്ള മാന്യന്മാരിൽ നിന്ന് ചെറുപ്പക്കാർ, അഹങ്കാരമൊന്നുമില്ല. പൊതുവെ പാട്ടുകാർക്കുള്ള അഹങ്കാരം നവീനോ ആ ടീമിന് ആർക്കും ഇല്ല, നമുക്ക് കാണില്ല. അപ്പം ഇവരെ പറ്റി മുമ്പ് ഈ മീഡിയ വൺ പോലെ ചാനലുകൾ വന്ന് ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവരെ ഹിന്ദു ഭക്തിഗാനം പാടി അങ്ങനെ ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുക? അങ്ങനെയാണ് നമ്മുടെ ആളുകൾ മൊത്തം ഫാസിസ്റ്റുകളായിരിക്കില്ലേ? നമ്മുടെ ആളുകളെല്ലാം തന്നെ പാടുന്ന മുസ്ലിം പാട്ടുകളല്ലേ. നമ്മൾ അവിടുത്തെ അൽഹംദുലില്ലാ അള്ളാഹ് എന്നൊക്കെ അങ്ങനെ ഒരു മുസ്ലിം ക്യാരക്ടറിനെ അവതരിപ്പിക്കുമ്പോൾ, എന്നെ തന്നെ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് നല്ലൊരു വേദന വന്നാൽ ഞാൻ വിളിക്കുക അൽഹംദുലില്ലാ എന്നല്ലേ, അല്ല അള്ളാഹ് എന്നല്ലേ ഞാൻ വിളിക്കുക. അപ്പോൾ എൻ്റെ പറ്റി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അള്ളാഹ് എന്ന് വിളിക്കുമ്പോൾ അതെങ്ങനെയാണ് ഇസ്ലാമിസ്റ്റ് ആവുക? അതല്ലല്ലോ. അപ്പോൾ ഹിന്ദുവിനെ കാണിക്കുമ്പോൾ, നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ എന്താണ് വിളിക്കുക? നീ മുത്തപ്പന്നോ ശിവനോ എന്നൊക്കെ നിങ്ങൾ വിളിക്കും, അതെങ്ങനെ ഹിന്ദുത്വം ആവുക? അപ്പോൾ ഹിന്ദുവിനെ പറ്റി എന്ത് കാണിച്ചാലും അത് ഹിന്ദുത്വം. അപ്പോൾ ഈ നന്ദഗോവിന്ദ പറഞ്ഞ RSSന്റെ അജണ്ട എന്ന് പറഞ്ഞു നടന്ന ആളുകളാണ്, അല്ല ആ രീതിയിൽ പറഞ്ഞു നടന്ന ആളുകളാണ് ഇവിടുത്തെ സെക്യുലറിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും അല്ല. അവരിപ്പം ഭയങ്കര നന്ദഗോവിന്ദ ഭജൻസ് പാടട്ടെ എന്നാണ് പറയുന്നത്. ഇതെനിക്ക് കാണുമ്പോൾ ആലോചിക്കുന്നത് ഈ വിജയിനാണ്. വിജയിനെ പണ്ട് ഇവിടുത്തെ ബുദ്ധിജീവികൾക്ക് ഇവർക്കൊന്നും ഇഷ്ടമായിരുന്നില്ല. മെർസൽ എന്നുള്ള സിനിമയിൽ വന്നിട്ട് GSTക്കെതിരെ 2 ഡയലോഗ് ആണ്. വിജയ് ഇപ്പോൾ ഇവരുടെ താരമാണ്. വിജയൻ്റെ ഉള്ളിൽ വിജയിൻ്റെ ഒരു ഇവാഞ്ചലിസ്റ്റ് അജണ്ട ഉണ്ടെന്ന് പറയുമ്പോഴും ഈ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ മോഡിക്കെതിരായതുകൊണ്ട് വിജയനെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ കാഷ്വാലിറ്റി വരാൻ പോകുന്നത്, നിങ്ങൾ നിങ്ങളെ മതത്തിൽ വിശ്വസിച്ചോ, ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിച്ചു, നമ്മൾ പരസ്പരം ബഹുമാനമുണ്ട്. പക്ഷേ ചില ബൗണ്ടറീസ് ഉണ്ട്. ഇവിടെ മതനിരപേക്ഷത എന്നല്ല ഇവിടെ ഉള്ളത്. മതനിരപേക്ഷ മതമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. അല്ലെ, മതങ്ങളെല്ലാം നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഗാന്ധിസൻ രീതിയിൽ പറയുമ്പോൾ അത് മതസൗഹാർദ്ദമാണ്, അല്ല മതനിരപേക്ഷത അല്ല. യൂറോപ്പിൽ മതം ഇല്ല ഒഫീഷ്യലി. ഇവിടെ ഒഫീഷ്യലി മതം ഇല്ലെങ്കിൽ പോലും മതം ഉണ്ട്. ഇവിടെ എല്ലാത്തിലും മതമുണ്ട്. അപ്പോൾ ഇവിടെ മതസൗഹാർദ്ദമുള്ളൂ. സൗഹാർദ്ദം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് നിർബാധം കയറി വരാനുള്ള അവസരമല്ല. നമ്മൾ സുഹൃത്തുക്കളാണ്, നിങ്ങൾ നമ്മളെ ഡൈനിങ് ഹാൾ വരെ കയറ്റി, അടുക്കള വരെ കയറ്റിയല്ല, അത്രയും മതി. ഉത്തരേന്ത്യയിലെ എല്ലാ ക്ഷേത്രത്തിലും മറ്റല്ലോ എല്ലാവരും പോകും. ഇവിടെ അതല്ലല്ലോ. ഇവിടെ നമ്മൾ മുസ്ലിം പള്ളി നിങ്ങൾ പോകും, ഹിന്ദു ക്ഷേത്രത്തിൽ ഞാൻ പോവില്ല. ഞാൻ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള അങ്ങനെ ഓപ്പൺ ആയ സ്ഥലത്ത് മാത്രമേ ഞാൻ പോകാറുള്ളൂ, ഖജുരാഹോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അല്ലാതെ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ വെള്ളായണി ക്ഷേത്രം, ഗുരുവായൂർ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ ഇവിടെ ഞാൻ പലതവണ പോയിട്ട് ഞാൻ ഉള്ളോട്ട് പോയില്ലല്ലോ. ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ ഇതുപോലെ നാലാൾ അറിയുന്ന ആളൊന്നുമല്ല, ഞാൻ പോയിട്ടില്ലല്ലോ. എനിക്കെല്ലാം അന്ന് അതിൻ്റെ ഉള്ളിൽ കൊട്ടാരത്തിൽ വരെ അത്യാവശ്യം ബന്ധമുണ്ടായിരുന്നു, ഞാൻ പോയിട്ടില്ലല്ലോ. പോവില്ല. അത് വെച്ചാൽ നിങ്ങളുടെ ഏരിയ ആണ്. അങ്ങനെ ചില ഏരിയാസ് നമുക്ക് വേണം. അങ്ങനെ ഏരിയാസ് വേണമെന്ന് നിങ്ങൾ ചോദിക്കാൻ തന്നെ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ സംസ്കാരത്തെ ഈ ഹിന്ദു മതത്തെ സംരക്ഷിക്കണമെങ്കിൽ അങ്ങനെ വേണം. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരുടെ സംഘടിതരാണ്. അങ്ങനെ 2 കൂട്ടരെ ആളെ കൂട്ടാൻ താല്പര്യമുണ്ട്. അതിന് എളുപ്പമുള്ളൊരു വഴി എന്ന് വെച്ചാൽ ലവ് ജിഹാദോ ഒന്നുമല്ല, ലവ് പുരുഷ യുദ്ധമൊന്നുമല്ല. ഈ ഇത്തരം ബൗണ്ടറീസ് ഇല്ലാതാവുമ്പോൾ എന്താണ്, നമ്മളെ ഈ പ്രണയമൊക്കെ ഏത് സമയത്തും ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ബൗണ്ടറി ഇല്ലാതാവും. പ്രണയത്തിനൊക്കെ ബൗണ്ടറി വേണമെന്ന് വിശ്വസിക്കുന്ന ആളെ, പ്രത്യേകിച്ച് ഹിന്ദുവിന്, അല്ലെങ്കിൽ ഹിന്ദു ഇല്ലാതായിപ്പോവും. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഈ 2 സമുദായക്കാർക്ക് ഞങ്ങളാളെ കൂട്ടണമെന്നുണ്ട്. അത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇല്ലെങ്കിൽ പോലും ഉള്ളിൽ ആ ഒരു സംഭവം ഭൂരിപക്ഷം ആളുകൾക്കും.
ഓക്കെ. നമ്മളെ പോലുള്ള ചില ക്രിസ്ത്യാനികളും കുറേ ഹിന്ദുക്കളും ഉണ്ട്, അല്ലെ മുസ്ലിങ്ങളും ഉണ്ട്, അവർക്കില്ല. അപ്പോൾ അത് തെറ്റൊന്നല്ല, അവരങ്ങനെ വിശ്വസിച്ചു. പക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ശ്രദ്ധ ഹിന്ദുക്കൾ കാണിക്കണം. ഓക്കെ, അതാണ് ഈ രണ്ട് വിഷയത്തിലുള്ള അഭിപ്രായം. നമ്മൾ ഇതിപ്പോൾ നമ്മൾ സെക്കുലേഴ്സ് എന്ന പറഞ്ഞ് വെറുതെ അങ്ങ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എവിടെയാണ് നോക്കുന്നത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. ഒരു ഇവിടെയുള്ള മൈനോറിറ്റീസ്, എസ്പെഷ്യലി ഇസ്ലാം ആണെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ അവർ ഇമ്പീരിയലിസ്റ്റുകളാണ്. ഇമ്പീരിയലിസ്റ്റിന് അവരുടെ അജണ്ട, അവരുടെ ലോകം മൊത്തം അവരെ നിറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ഈ ഹൈന്ദവ സമുദായം പോലുള്ള സമുദായങ്ങളാണ്. അപ്പോൾ അവർ ഇമ്പീരിയലിസ്റ്റായി മാറുന്നത് അവർക്ക് അതിനുള്ള സാഹചര്യം കിട്ടും, അല്ലെ അവർ ഇമ്പീരിയലിസ്റ്റ് ആവില്ല. ആ സാഹചര്യം കൊടുക്കാതിരുന്നാൽ മതി. നന്ദഗോവിന്ദ ഭജൻസിന് അവിടെ പാടേണ്ട ആവശ്യമില്ല. അത് തെറ്റായ മെസ്സേജാണ്. മതത്തിൻ്റെ ജാതിയിലൊന്നും കാര്യമില്ല എന്നുള്ള മെസ്സേജ്. മതത്തിൻ്റെ ജാതി കാര്യമുണ്ട്. അല്ലെങ്കിൽ ഹിന്ദുമതം ഇതുപോലുള്ള സംഘടിതമായൊരു മതമാണ്. അതാകാത്ത കാലത്തോളം മതത്തിലും ജാതിയിലൊക്കെ കാര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ആ രീതിയിൽ മാറും. ഇത് മറ്റ് രണ്ട് പ്രിഡേറ്റേഴ്സ് നിൽക്കുമ്പോൾ, രണ്ട് വേട്ടക്കാർ നിൽക്കുമ്പോൾ ഇരെങ്ങനെ ഞാൻ സെക്കുലർ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ പ്രിഡേറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു അജണ്ട അവർക്കുണ്ട്, ഇല്ലെങ്കിൽ അവർ പറയട്ടില്ല. ഇവാഞ്ചലിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ എങ്ങനെ അത്രയും പോപ്പുലേഷൻ കൂടിയത്? അത് ശരിയാണ്. 6% നിന്നും ഇപ്പോൾ 12% കൂടുതലുണ്ട്. അതിനെ കഴിഞ്ഞ സെൻസസ് നടത്തിയിട്ടില്ല. 18% ആന്ധ്രയിൽ എങ്ങനത്തെ കൂടി. അപ്പോൾ അവരങ്ങനെ കഴുകൻ കണ്ണുകളായിട്ട് നടക്കുമ്പോൾ ഹിന്ദു ഇങ്ങനെ ഓപ്പണായി നിൽക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഭക്ഷണം കഴിച്ചാൽ പോലെ ഏത് മതമായിരുന്നു? അത് നമ്മൾ തിരിച്ചു ചോദിക്കുന്നത്, എന്തെങ്കിലും മതം വരുന്നത് ഭക്ഷണം കൊടുത്താൽ പോരെ. ഇവിടുത്തെ സെക്കുലറിസ്റ്റുകൾക്ക്, സെക്കുലർ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഇവർ സംഘടിതരായതുകൊണ്ട്, ഇവരുടെ ജാതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെ വോട്ട് അവർക്ക് പേടിയാണ്. ഹിന്ദുക്കളല്ലേ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ ഈഴവരം ഓവാലട്ടെ വേഗം കണ്ടെണ്ണം പറയും. അപ്പോൾ ഇതിങ്ങനെ അസംഘടിതരായി കിടക്കുന്നതുകൊണ്ട് ഇവരെ പേടിക്കണ്ട, ഇവരെ വോട്ടിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഹിന്ദുവിൻ്റെ കാര്യത്തിൽ ഹിന്ദുവിൻ്റെ കാര്യം നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും അത്ര സെൻസിബിൾ അല്ല. അവിടെ യൂറോപ്പിൻ്റെ ആ ഒരു രീതിയിൽ സെക്കുലർ സാധനക്കാണ് മുന്നോട്ട് വെക്കുന്നത്. അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ഹിന്ദുക്കളുടെ ഇടയിലാണെങ്കിൽ ഈ തനി വർഗീയവാദികളൊന്നും, അവരാണ് വിഷലിപ്തമായിട്ടുള്ള വിമർശനം ഈ ടീമിനെതിരെ നടത്തുന്നത്. ആ പിള്ളേർ, ഞാൻ മനസ്സിലായി നവീൻ്റെ അന്നത്തെ സംസാരം, നവീൻ എന്നെയൊക്കെ പോലുള്ള ഒരാളാണ്. അപ്പം ഞാനും അങ്ങനത്തെ എൻ്റെ അടുത്ത വീട്ടിലെ ഹിന്ദുസായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഈ നാട് മുസ്ലിംസിനെക്കാട് കൂടുതൽ ബന്ധം ഹിന്ദുസുമായിട്ടാണ്. ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആളതിൻ്റെ നവീൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാനൊരിക്കലും എൻ്റെ പള്ളിയിൽ എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഞാൻ ഹിന്ദുമതത്തെ പറ്റി നല്ലത് പറയുന്നല്ലാതെ ഈ പറഞ്ഞ ഹിന്ദു ഭക്തിഗാനം പാടില്ല. മനസ്സിലായി? നല്ലതൊക്കെ നമുക്ക് പറയാം, പക്ഷെ ഭക്തിഗാനം പാടേണ്ട ആവശ്യമില്ല. അത് വേറൊരു കൊണോട്ടേഷനിലേക്ക് അത് പോകും. അത് വിളമ്പേണ്ട സ്ഥലത്തെ വിളമ്പേണ്ടത് വിളമ്പാൻ പാടുള്ളൂ. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള ചില ആളുകൾ വന്നിട്ടുണ്ട്. അവരാ കുട്ടികളെ ഭയങ്കരമായിട്ട് കുന്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഈ മതത്തിൻ്റെ ഏറ്റവും അവർ ഹിന്ദു മതത്തെ വേറൊരു സെമറ്റിക് മതമാക്കി മാറ്റാനുള്ള ശ്രമം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉപ്പുള്ളപ്പം പിന്നെ ഉപ്പിലിട്ടത് വേണ്ടല്ലോ. ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ സഹിഷ്ണുതയാണ്. നമുക്ക് തെറ്റ് പറ്റിയാൽ ചൂണ്ടിക്കാണിക്കുക, അത്രേ ഉള്ളൂ. അത് ക്ഷേപിക്കരുത്. ഞാനിപ്പോൾ എന്താ ഞാനത് ചൂണ്ടിക്കാണിച്ചതാണ്. ഞാൻ ഹിന്ദു അല്ലല്ലോ, ഞാൻ കളിച്ചതിൽ ഹിന്ദു ആയിരിക്കും. മതപരമായ ഞാൻ കൺസർവേറ്റീവ് മുസ്ലിമാണ്. ഞാൻ എന്താ ചെയ്തത്? അനൗചിത്യത്തിൽ ചൂണ്ടിക്കാണിച്ചു, അല്ലാതെ കുന്തിരിക്കോ അത് ഇത് വന്ന് കളിയാക്കിയില്ലല്ലോ. അങ്ങനെ ആക്കുന്നവരും അങ്ങനെ ഹിംസാത്മകമായ നിലപാടെടുക്കുന്നവരും അവർ ബേസിക്കലി ഹിന്ദുക്കളല്ല. അവർ സെമിറ്റിക് മതത്തിൻ്റെ സെൻസ് ഉള്ളവരാണ്. അവർക്ക് ഹിന്ദു ആവാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. എന്തായാലും നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദത്തിൽ ശ്രീ ഫക്രുദ്ദീൻ അലിയുടെ അഭിപ്രായം അത് തന്നെയാണ്. ഓരോ മതത്തെയും നമ്മൾ മാനിക്കണം, പക്ഷേ മതങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകളിലും നമ്മൾ മാനിക്കണം. ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ക്ഷേത്ര പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു മതത്തിൻ്റെ ഭക്തിഗാനം ആലപിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അതിന് മറ്റൊരു മാനം കൈവരും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ സംഘടിതരായി നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഇത് വേറൊരു രീതിയിൽ ചൂഷണം ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യാനുള്ള സാഹചര്യമാണ് അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നാണ് ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വെടിക്കെട്ട് മറ്റുള്ളവൻ്റെ ജീവനെടുക്കാൻ കാരണമായേക്കാവുന്ന അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആന എഴുന്നള്ളത്തും ഒഴിവാക്കേണ്ടതാണ്. ഇത് എന്നു മുതലാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായത് എന്നുള്ളൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. മറ്റ് ഉത്തരേന്ത്യയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഹൈന്ദവ ആഘോഷങ്ങൾ ഉള്ളപ്പോഴും അവിടെയൊന്നും തന്നെ ഇത്തരത്തിൽ ആന എഴുന്നള്ളിപ്പുകൾ ഉണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ അദ്ദേഹം ഉയർത്തി വയ്ക്കുന്നത്. എന്തായാലും ഇത് വലിയ ഒരു ചർച്ചയ്ക്ക് വിധേയമാകേണ്ട വിഷയം തന്നെയാണ്. ഓരോരുത്തരുടെയും അഭിപ്രായം അത് മാനിക്കേണ്ടത് തന്നെയാണ്. ഇതിൽ ഏറ്റവും
പരിഷ്കൃതമായിട്ടുള്ള ഏറ്റവും സേഫായിട്ടുള്ള ഒരു രീതി ഉരുത്തിരിഞ്ഞ് വരട്ടെ. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രത്യാശിക്കുന്നതും. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.